വയനാട്ടിലെ മാനന്തവാടി മെഡിക്കൽ കോളേജ് പുതിയ ബ്ലോക്കിനുള്ളിൽ ചോർച്ച എന്ന് പരാതി. 2 കൊല്ലം മുമ്പ് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്ത കെട്ടിടത്തിനാണ് ഈ ചോർച്ച. കനത്ത മഴയിൽ വെള്ളം കുത്തിയൊഴുകുന്ന ദൃശ്യം ഇപ്പോൾ കാണിച്ചു തരാം. 24 ലഭിച്ച ദൃശ്യമാണ്. ഒരു മെഡിക്കൽ കോളേജിന് ഇങ്ങനൊരു അവസ്ഥ വന്നുകൂടാത്തതാണ്. കാരണം എത്രയോ ആശയറ്റ ആളുകളുടെ ആശാ കേന്ദ്രമായിട്ട് മാറുന്നതാണ് നമ്മുടെ മെഡിക്കൽ കോളേജുകൾ. അതേസമയം എപ്പോഴും ഞാൻ പറയുന്ന ഒരു കാര്യമുണ്ട്, നമ്മുടെ സർക്കാർ പൊതു ആശുപത്രികളും ജനറൽ ഹോസ്പിറ്റലും മെഡിക്കൽ കോളേജുകളൊക്കെ ഒരു മാർഗ്ഗവുമില്ലാത്ത എത്രയോ സാധാരണക്കാരായ മനുഷ്യർക്ക് അത്താണിയാണ്. അതുകൊണ്ട് യഥാർത്ഥത്തിൽ ഈ മെഡിക്കൽ കോളേജുകൾക്കൊക്കെ ഉള്ള പരിമിതി പരിഹരിച്ച് സാധാരണക്കാരുടെ താല്പര്യം സംരക്ഷിക്കുകയാണ് വേണ്ടത്. കാര്യം ഇവർക്കൊന്നും ഒരു 5 സ്റ്റാർ ആശുപത്രിയിലേക്കൊന്നും കയറി ചെല്ലാൻ പറ്റില്ല. കയറി പോയാൽ മിക്കവാറും തിരിച്ചു വരത്തുമില്ല. ബില്ല് കണ്ട് ചിലപ്പോൾ ബോധം കെട്ട് വീഴും. സുർജിത്ത് അയ്യപ്പത് വിവരങ്ങളുമായി ചേരുകയാണ്. സുർജിത്ത്, ഗുഡ് മോർണിംഗ്, പറയൂ. ഗുഡ് മോർണിംഗ് SKN. 2022 ഏപ്രിൽ 2-ാം തീയതിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ പുതിയ ബ്ലോക്കിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. അതിനു മുമ്പ് തന്നെ, അത് ഏറെ കാലത്തെ പ്രതിഷേധത്തിനൊടുവിലാണ് ഇത്തരത്തിൽ ആ ബ്ലോക്ക് തുറന്നു കൊടുക്കാൻ തന്നെ പിന്നീട് തയ്യാറായത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ വർഷം തുറന്നു കൊടുത്തു. സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും വാർഡുകൾ, കാർഡിയോ OP എന്നിവയാണ് ഈ കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്നത്. നിലവിൽ ഇതിൻ്റെ 7-ാം നിലയ്ക്ക് മുകളിൽ കഴിഞ്ഞ ദിവസങ്ങളായി കനത്ത മഴയുണ്ടായിരുന്നു. 7-ാം നിലയ്ക്ക് മുകളിലുള്ള പൈപ്പ് പൊട്ടിയാണ് വെള്ളം ഒലിച്ചത് എന്നുള്ളതാണ് പറയുന്നത്. ഇവിടുത്തെ പ്ലംബിംഗ് അടക്കമുള്ള കാര്യങ്ങളിൽ വലിയ രീതിയിലുള്ള ആരോപണവും ആക്ഷേപവും ഉയർന്നതാണ്. വിവിധ രാഷ്ട്രീയ പാർട്ടികൾ തന്നെ ഇതിൽ അത്ര കണ്ട് നല്ല രീതിയിലുള്ള ഒരു പ്ലംബിംഗ് അല്ല എന്നുൾപ്പെടെയുള്ള അഭിപ്രായം നേരത്തെ ആരോപണമായി തന്നെ ഉയർന്നിട്ടുള്ളതാണ്. നിലവാരമുള്ള വസ്തുക്കളല്ല ഇതുമായി ബന്ധപ്പെട്ട് ഉപയോഗിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. എന്തായാലും രാവിലെ കഴിഞ്ഞ ദിവസം രാവിലെ ഈ കോമ്പോസിറ്റ് അലുമിനിയം കോമ്പോസിറ്റ് പാനലുണ്ട്. ആ പാനലിൻ്റെ താഴെ നിന്നും വെള്ളം ചോർന്നൊഴുകുന്ന ഒരു കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. അത് കുത്തിയൊലിച്ച് താഴേക്ക് പതിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. അങ്ങനെ അത് ഒലിച്ച് ഇറങ്ങുന്ന ഒരവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധം വിവിധ രാഷ്ട്രീയ പാർട്ടികൾ ഉയർത്തുന്നുണ്ട്. ഗുണനിലവാരമില്ലാത്ത വിധത്തിലാണ് ഈ കെട്ടിടത്തിൻ്റെ ഉൾപ്പെടെ നിർമ്മാണ പ്രവൃത്തികൾ നടന്നിട്ടുള്ളത് എന്നുള്ളത് തന്നെയാണ്. അത്തരത്തിലുള്ള വസ്തുക്കളാണ് ഉപയോഗിച്ചതെന്നുള്ള ആക്ഷേപം ഉയരുന്നുണ്ട്. സാധാരണക്കാരുടെ ആശ്രയ കേന്ദ്രമാണ് പ്രത്യേകിച്ച് വയനാട്ടിലെ മെഡിക്കൽ കോളേജ് എന്ന് പറയുന്നത്. സ്വാഭാവികമായും അവിടെ ഇങ്ങനെ ഒരു ചോർച്ച ഉണ്ടാകാനുള്ള കാരണം സംബന്ധിച്ചുള്ള കൃത്യമായ രീതിയിലുള്ള അന്വേഷണം വേണമെന്നും വിവിധ രാഷ്ട്രീയ പാർട്ടികൾ ആവശ്യപ്പെടുന്നുണ്ട്. SKN. ഓക്കെ, താങ്ക് യു സുർജിത്ത് അയ്യപ്പത്.